പൊതുസ്ഥലത്തും അല്ലാതെയുമുള്ള ആരാധനാലയങ്ങളുടെ നിർമ്മാണം തടയണമെന്നും ആരാധനാലയങ്ങൾ പൊളിച്ചു നീക്കണമെന്നുമുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് കഴിഞ്ഞ വാരം മുമ്പാണ് വന്നത്. ഇത് കേരളത്തിന്റെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളോട് എങ്ങനെയാണ് ഇത് പൊരുത്തപ്പെടുന്നത്? ഒരു വശത്ത് ധാരാളം ആരാധനാലയങ്ങൾ അനധികൃതമായി നിർമ്മിക്കപ്പെടുന്നത് ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്ത് പ്രത്യേക ലൈസൻസുകളോ നിയമങ്ങളോ ഒന്നും പാലിക്കാതെ കൂണ് പോലെ മുളച്ചു പൊന്തുന്ന ആരാധനാലയങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടല്ലോ. ഇങ്ങനെ രണ്ടു നീതി ഈ നാട്ടിലുള്ളപ്പോൾ എങ്ങനെയാണ് സർക്കാരിന് ഈ തീരുമാനം മുന്നോട്ട് പോകാൻ പോകുന്നത്? കോടതിയുടെ ഉത്തരവ് എങ്ങനെയാണ് നടപ്പാക്കാൻ സാധിക്കുന്നത്? ഈ വിഷയമാണ് ദ ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൂടെയുള്ളത് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, ഒപ്പം ശ്രീ റോണി അഗസ്റ്റിൻ. രണ്ടുപേർക്കും ദ ഫയർ റൂമിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് ജസ്റ്റിൻ, ഈ വിഷയം അങ്ങ് ശ്രദ്ധിച്ചല്ലോ. ഒരു പ്രധാനപ്പെട്ട ഉത്തരവാണ് വന്നിരിക്കുന്നത്. സർക്കാർ പൊതുസ്ഥലങ്ങളിൽ മറ്റും ഉള്ള ഈ അനധികൃതമായിട്ടുള്ള ആരാധനാലയങ്ങൾ പൊളിച്ചു നീക്കണമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നു. ഒറ്റ വാക്കിൽ എന്താണ് അങ്ങയുടെ നിലപാട് അതിൽ? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവിനെ നമുക്ക് സ്വാഗതം ചെയ്യേണ്ടി വരും. സ്വാഗതം ചെയ്തേ പറ്റൂ. കാരണം സർക്കാർ സ്ഥലങ്ങളോ പൊതുസ്ഥലങ്ങളോ കയ്യേറി ഇത് തങ്ങളുടേതാണെന്ന് പറഞ്ഞ് ആരാധനാലയങ്ങൾ നിർമ്മിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ പരിസ്ഥിതിക്കും പ്രകൃതിക്കും ദോഷമുണ്ടാക്കുന്ന നിലപാടുകളെയാണ് കോടതി രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. ഇപ്പൊ സർക്കാർ സ്ഥലത്ത് കയറിയിട്ട് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഒരു കേസിനകത്താണ് അത് വന്നിരിക്കുന്നത്. അപ്പൊ അത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ അത് സർക്കാരിന്റെ ഭൂമിയാണ്. അതിനകത്ത് കയറിയിട്ടാണ് ഒരു അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞൊരു കയ്യേറിങ് എടുക്കുവാണ്. അപ്പൊ അതിന് ലൈസൻസ് ഇല്ല, അനുമതിയില്ല, ഒന്നുമില്ല. അതിനെയാണ് കോടതി ചലഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ ചലഞ്ച് ചെയ്യുന്നതിന് ഇപ്പൊ നമുക്കറിയാം, പുഴയുടെ നടുവിൽ വലിയ ആറിന്റെ നടുവിൽ കൊണ്ടുപോയി ഇപ്പോൾ ചെറിയ ഇതൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ വലിയ അമ്പലങ്ങളായിട്ട് വരുന്നുണ്ട്, പള്ളികളായിട്ട് വരുന്നുണ്ട്, മോസ്കുകളായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ സമൂഹത്തിനുണ്ടാകാൻ ദോഷം. നാളെ ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ ആ കയ്യേറി നിർമ്മിച്ച നിർമ്മിതിക്കും നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളാണ് നഷ്ടപരിഹാരം. സർക്കാർ ജനങ്ങളുടെ നികുതി പണമാണല്ലോ, അല്ലാതെ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നല്ലോ. അപ്പൊ ആ നികുതി പണം എടുത്തുകൊണ്ട് അതിന് പോലും കോമ്പൻസേഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ അനധികൃത നിർമ്മാതികൾക്കും കോമ്പൻസേഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഇതിനകത്ത് പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നടപടിയെടുക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ നിശബ്ദമായി പോകുന്നു. പിന്നെ രണ്ട്, ഇതിനെതിരെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ പോലും കിട്ടാത്തൊരവസ്ഥകൾ. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരക്കാർ കോടതി പോകുന്നത്, മേടിക്കുന്നത്. അപ്പൊ ഇതൊരു സൈഡിലാട്ടോ. ഇനി മറു സൈഡിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വീടുകൾക്ക് ചുറ്റുമുള്ള അടുത്ത വീട് ഒരാൾ വാങ്ങിക്കഴിഞ്ഞ പിറ്റേ ദിവസം അവിടെ ഭയങ്കര മൈക്കും ഇതൊക്കെ വെച്ചിട്ടുള്ള പരിപാടികളാണ്. അപ്പൊ വീടുകളോട് ചേർന്ന്, ഇനി അതല്ലെങ്കിൽ അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നു, ഒരു 2 നില കെട്ടിടം പണിയുന്നു, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന് പെർമിഷൻ വാങ്ങിയിട്ടായിരിക്കും. അതില് നാളെ തൊട്ട് മൈക്കും വെച്ച് സംഭവം ആരാധന തുടങ്ങുന്നു. ഇത് ആ സമൂഹത്തിനുണ്ടാക്കുന്ന അപകടം ഒന്ന്, അസ്വസ്ഥത ഒന്ന്, എല്ലാം ഉണ്ട്. എല്ലാം രണ്ട്, നിയമ സംവിധാനങ്ങളെ പച്ചയ്ക്ക് വെല്ലുവിളിക്കുമല്ലേ? ഞാൻ വരാം. ഇങ്ങനത്തെ ഒരു സംഭവം അത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും നിരവധി സ്ഥലങ്ങളിൽ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഒന്ന് വ്യക്തമാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എനിക്ക് നേരിട്ടറിയുന്ന ഒരു സ്ഥലത്ത് ഒരു ലൈൻ വീടുകൾ, അതിലൊരു വീട്ടുകാരൻ വീട് വിറ്റ് പോയി. അത് വാങ്ങിയത് ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരാളാണ്. അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ, ലൈൻ വീടുകൾ എന്ന ഒരു ഭിത്തി കഴിഞ്ഞിട്ട് അടുത്ത ഭിത്തി, അങ്ങനെയാണ് ആ വീടുകൾ. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ മൈക്ക് കെട്ടി നിസ്കാരം തുടങ്ങി, അല്ലെങ്കിൽ ബാങ്ക് വിളി തുടങ്ങി. അപ്പോൾ അത് ഭയങ്കരമായ ശബ്ദമുണ്ട്. ഇതറിയാമല്ലോ, ലൈൻ വീടുകളിൽ എന്ന് പറയുമ്പോൾ അവർക്ക് എന്നും തൊട്ടടുത്ത് വീടുകൾ. അപ്പോൾ ആ തൊട്ടടുത്ത വീട്ടുകാരൻ തന്നെ അതിനെതിരെ പരാതി പറഞ്ഞു. കാരണം അതൊരു ലീഗലായിട്ടുള്ള ഒരു മുസ്ലിം പള്ളിയല്ല, മോസ്കല്ല അത്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെതിരെ പരാതി കൊടുത്തു. എൻ്റെ അറിവിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ, ആ പരാതി കൊടുത്ത അധികം കാലത്തിനുള്ളിൽ തന്നെ രാത്രിയിൽ ആ പയ്യനെ ആരൊക്കെയോ കയറി ആക്രമിച്ചു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആ പയ്യൻ പരാതി പിൻവലിച്ചു. അപ്പോൾ ജീവനിൽ കൊതിയുള്ളവരാരും പരാതിയുമായിട്ട് മുന്നോട്ട് പോകും. ഒറ്റ സെക്കൻഡ്, ഇത് ഏതെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടോ? ഇങ്ങനെ ഒരു പ്രത്യേക സ്ഥലം, റെസിഡൻഷ്യൽ ആയ ഒരു പ്രോപ്പർട്ടി ഈ നിലയിലേക്ക് ആക്കുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള ലൂപ്പ് ഹോൾ ഉപയോഗിച്ചിട്ടാണോ ചെയ്യുന്നത്? ഒന്നുമില്ല. അതായത് ലൈസൻസ് ഇല്ല, അതായത് ഗവൺമെന്റ് അറിയിച്ചിട്ടില്ല. അതായത് ഞാൻ കൃത്യമായിട്ടൊരു ജഡ്ജ്മെന്റ് പറയാം. കുഞ്ഞികൃഷ്ണൻ ജഡ്ജിന്റെ ഒരു ജഡ്ജ്മെന്റ് ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ട്. നിലമ്പൂർ പൂക്കോട്ടമ്പാടം എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അനി ജോർജ് എന്ന് പറയപ്പെടുന്ന ഒരു പെന്തക്കോസ്ത് സഹോദരിയുടെ വീട്, ആ വീടിനോട് ചേർന്ന് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതു. ആ ഷോപ്പിംഗ് കോംപ്ലക്സാ പക്ക ഷോപ്പിംഗ് കോംപ്ലക്സ് പറഞ്ഞ് പണിതിട്ട് ഒരു സുപ്രഭാതത്തിൽ ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് ബാങ്ക് വെച്ച് വിളി വരുന്നു.
അപ്പൊ ഇവർ തൊട്ടടുത്താണ് താമസിക്കണേ. ഈ സ്ത്രീ പല സ്ഥലത്ത് പരാതി കൊടുത്തു. പല സ്ഥലത്ത് പരാതി കൊടുത്തിട്ട് ആരും എടുത്തില്ല. അവസാനം അവർ നേരെ ഹൈക്കോടതി പോയി. കേരള ഹൈക്കോടതി കളക്ടറോട് വിശദീകരണം ചോദിച്ചു. അപ്പൊ ഇവരതിനകത്ത് ഉന്നയിച്ചിരുന്നത് 5 കിലോമീറ്റർ ചുറ്റളവിൽ 30-ലധികം പള്ളിയാണ്. 5 കിലോമീറ്റർ, അപ്പം 500 മീറ്റർ ചുറ്റളവിൽ 12 പള്ളിയാണ്. അപ്പൊ ഈ 12 പള്ളി മുസ്ലിം പള്ളി, മോസ്കുകളാ. അപ്പൊ ഈ 12 മോസ്കുകളിൽ നിന്നുള്ള ബാങ്ക് വിളികള് ഈ വീട്ടിലേക്ക് വന്നിട്ട് ഇവർക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ അതുമല്ല, ഇവരുടെ വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴിയിലാണ് ഈ വണ്ടികൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുക. ഇത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ ഇവർ റോഡും NH ആണെങ്കിൽ പോലും അവർ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് പോകും, പോലീസ് എടുത്ത് മാറ്റിക്കല. അപ്പൊ അങ്ങനെ ആ കേസിനകത്ത് അങ്ങനെ ചെയ്യുന്നത് അത് ഒരു ആധിപത്യമാണ്, ഒരു ആധിപത്യമാണത്. അതൊക്കെ നമ്മൾ പറഞ്ഞ ചിലപ്പോൾ വർഗീയതയായി പോകുന്ന പേടിയുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ എന്നിട്ട് ഒറ്റ മിനിറ്റ് ആ കേസിനകത്ത് കേരള ഹൈക്കോടതിയുടെ കുഞ്ഞികൃഷ്ണൻ ജഡ്ജിന്റെ സൂപ്പർ ജഡ്ജ്മെന്റ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്, കൊമേഴ്സ്യൽ ലൈസൻസ് മേടിച്ച് പണിതിരിക്കുന്ന ബിൽഡിങ്ങിൽ നേച്ചർ മാറ്റം വരുത്തി മോസ്കുകളോ ആരാധനാലയങ്ങളോ നടത്താൻ പാടില്ല. അത്തരത്തിലുള്ളതിനെതിരെ സർക്കാർ കർശനമായ നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞേക്കുന്നത്. എന്നാൽ ഒരു പള്ളിയാണെങ്കിലുണ്ടല്ലോ, ഒരു പള്ളിയോ ഒരു അമ്പലമോ ഒരു മോസ്കോ ആണെങ്കിൽ അത് പബ്ലിക് പ്രോപ്പർട്ടി, പബ്ലിക് പ്ലേസാ. അതിന് ചുറ്റും ഫയർഫോഴ്സിന് പോകാനുള്ള സ്ഥലം വേണം, വണ്ടി പാർക്ക് ചെയ്യാനുള്ള, അവിടെ വരുന്ന ആരാധനയ്ക്ക് വരുന്ന ആളുകൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം വേണം. പൊതുസ്ഥലത്ത് നിർത്താൻ പറ്റില്ല. ഇങ്ങനെയെല്ലാം ഫയർ വേണം. അത് എല്ലാ ആരാധനാലയങ്ങൾക്കും, ഹൈറ്റ് പോലും പ്രശ്നമില്ല, ഫയർ വേണം. ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരിക്കെ, അതായത് ഒരു അങ്ങനെ ഉണ്ടായിരിക്കെ റോട്ടിൽ നിന്ന് അങ്ങ് കാലെടുത്ത് വെക്കുന്നത് മോസ്കിനുള്ളിലേക്കായിരിക്കും. അതേസമയം ഒരു കത്തോലിക്ക പള്ളി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പാണ് ആ നാളെ അവർക്കെതിരെ പരാതി വരും. അല്ല, നമ്മളത് ചെയ്യാറില്ല. അത് വേറെ കാര്യം. നമ്മള് ഇപ്പോഴത്തെ ഇതില് യാതൊരു പണ്ടൊക്കെ പണ്ടത്തെ ഭൂമിയുടെ വിഷയങ്ങളും എല്ലാം അന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പഴയതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു നിർമ്മിതിയിലും കത്തോലിക്ക സഭയുമില്ല, ഒരു രൂപതകളും ഒരു മെത്രാന്മാരും അതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. അത് കാരണം ഇപ്പോഴും നിർമ്മാണം നടത്താൻ പറ്റാതിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. സ്ഥല ലഭ്യത കുറവ് മൂലം പള്ളികൾ പണിയാൻ പറ്റാതിരിക്കുന്ന കേസുകളൊക്കെ നമുക്കറിയാം. അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഒരു ലൈസൻസ് കിട്ടുക, വളരെ അടുത്തുള്ള ധാരാളം ദേവാലയങ്ങൾ നമ്മുടെ പള്ളികൾക്ക് ഇപ്പോഴും നിർമ്മാതി ലൈസൻസ് കിട്ടാതെ ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഈ രാജ്യത്ത്, ഈ നാട്ടിൽ, നമ്മുടെ ജില്ലകളിൽ ഉള്ള ഘട്ടത്തിലാണ് റോണി പറഞ്ഞതുപോലുള്ള അനധികൃതമായ ആരാധനാലയങ്ങൾ നിലവിൽ ഇത് സർക്കാർ ശ്രദ്ധയിൽപ്പെടാത്തതല്ല. സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടല്ലോ. കാരണം ഇതൊരു പഞ്ചായത്തിന്റെ കീഴിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിലോ കോർപ്പറേഷന്റെ കീഴിലോ ആണല്ലോ ഈ കെട്ടിടങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവരുടെ കീഴിലുള്ള ഒരു ആ ഏരിയയില് ഒരു ആരാധനാലയം വന്ന്, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു വീട് കൺവേർട്ട് ചെയ്തിട്ട് ആരാധനാലയം മോസ്കോ അല്ലെ അമ്പലോ പള്ളിയോ ക്രിസ്ത്യൻ പള്ളിയോ എന്തോ ആവട്ടെ അത് വന്നാൽ ആ പഞ്ചായത്ത് അധികാരികൾ ഇത് അറിയില്ലേ? അവർക്ക് പരാതി കിട്ടിയാൽ മാത്രമേ അവർ നടപടി എടുക്കാവുള്ളൂ. അതിന് നടപടി എടുക്കാനല്ലേ അവരിയ്ക്കുന്നത്. ഈ ബാങ്ക് വിളി മൈക്ക് വെച്ച് ബാങ്ക് വിളി നടത്തുമ്പോൾ ആർക്കാ കേൾക്കാൻ പറ്റാത്തത്? ഒരു മോസ്കിന്റെ കാര്യമാണെങ്കിൽ, ഒരു ക്രിസ്ത്യൻ പള്ളി ആണെങ്കിൽ അവിടെ മൈക്ക് വെച്ച് ആരാധന നടത്തുമ്പോൾ ആർക്കാ മനസ്സിലാക്കാൻ പറ്റും? ആളുകൾ കൂടുമ്പോൾ അതറിയാൻ ഉള്ള സംവിധാനം ഭരണ സംവിധാനങ്ങൾക്കില്ലേ? ഉണ്ട്. അത് പോലീസ് തൊട്ടുള്ള എല്ലാവരും വാച്ച് ചെയ്യൂല. 4 പ്രാവശ്യം അവിടെ ഒരു 10 ബൈക്ക് ഒന്നിച്ചു വരുന്നു, 10 കാർ ഒന്നിച്ചു വരുന്നു. ജസ്റ്റിൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ ആലോചിക്കുന്നത്, എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വന്നാൽ, ഒരു ഫയർ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കാൻ പോകുന്ന മനുഷ്യ കുരുതി ഒന്ന് ആലോചിച്ച് നോക്കി. ഭീകരമാണ്. ഒരു സ്റ്റാമ്പുകളൊക്കെ വളരെ സിമ്പിളായി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇത്ര ആളുകൾ ഈ ചെറിയ പങ്ക് പറഞ്ഞ സ്ഥലത്താണെങ്കിൽ ഒരു ചെറിയ ഇടവഴിയിലൂടെ, ഞാൻ മനസ്സിലാക്കാതെ അത്രയും ചെറിയ സ്ഥലത്ത് ഒരു 10-20 ഈ 20-30 പേര് വന്നാൽ പോലും എന്തെങ്കിലും ഒരു ശ്വാസം മുട്ടലോ കാര്യങ്ങളോ വന്ന് ഒരു വലിയ അപകടം ഈ രാജ്യത്തല്ലേ. അപ്പം ഈ നാട്ടിൽ ഇത്ര ഒരു അപകടം പറ്റുന്ന സെൻസിറ്റീവായ സ്ഥലങ്ങളുണ്ട് എന്നതാണ്. അത് സർക്കാരിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ പെട്ടിട്ടുണ്ടെങ്കിലും അത് നടപടി എടുത്തിട്ടില്ല എന്നതാണ്. നടപടി എടുക്കേണ്ടവരാണ്. ഇനി ഞാൻ പറയട്ടെ, തൃശ്ശൂർ പട്ടണത്തിൽ ടൗണിനുള്ളിൽ തന്നെ അനധികൃതമായിട്ടുള്ള മോസ്കുകളില്ലേ, യാതൊരുവിധ അംഗീകാരങ്ങളോ ലൈസൻസുകളോ ഇല്ലാണ്ട് ഇതൊക്കെ പ്രവർത്തിക്കുന്നില്ലേ? ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ടെങ്കിൽ ഓക്കെ, പൊളിച്ചു നീക്കട്ടെ. ക്രിസ്ത്യൻ പള്ളി ആയാലും അമ്പലങ്ങളായാലും മോസ്കുകളായാലും അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പൊളിച്ചു നീക്കപ്പെടണം. അത് നിയമലംഘനം ആര് നടത്തിയാലും അതിനെതിരെ നടപടി എടുക്കാനുള്ള ധാർമ്മികത മാത്രമല്ല ഭരണ സംവിധാനങ്ങൾക്ക് ഉണ്ടാവണം. അത് പരാതിക്കാരനുണ്ടെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ മാത്രമാണ്. ഇപ്പൊ സർക്കാരുകളോ അല്ലെങ്കിൽ ഭരണ സംവിധാനം എടുക്കുന്ന നടപടി എന്താണ്? പരാതിയില്ല. പരാതി ജീവനിൽ കൊതിയുള്ളവർ ആരാ പരാതി കൊടുക്കുക? അവന് ജീവിക്കണ്ടേ, അവന്റെ കുടുംബമായിട്ട് ജീവിക്കണ്ടേ? അപ്പോൾ പരാതി ഇല്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ വരുന്നത് അത് വളരെ സെൻസിറ്റീവ് വിഷയം തന്നെയാണ്. ഇന്ന് 2 പേരെ വന്ന് ആരാധനയ്ക്ക് വരുന്നുണ്ടാവുള്ളൂ, നിസ്കരിക്കാൻ വരുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പള്ളിയിൽ വരുന്നുണ്ടാവുള്ളൂ.
ഇന്നത് മുളയിലെ നുള്ളിയാൽ നാളത്തെ സെൻസിറ്റീവ് ഇഷ്യൂ ഇന്നേ പരിഹരിക്കപ്പെടും. അത് പരിഹരിക്കപ്പെടാതെ ഇത് മുന്നോട്ട് കണ്ണടച്ച് ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി പോയിട്ട് നാളെ അതിനെതിരെ നടപടികൾ എടുക്കുമ്പോഴാണ് കലാപങ്ങൾ കേരളത്തിൽ പൊട്ടിപ്പുറപ്പെടുന്നത്. എക്സാക്ട്ലി. അതിപ്പോ എല്ലായിടത്തും ഉണ്ട് ഇതിനെ. ഇതിപ്പോ ഒരു മതത്തിന്റെ പ്രശ്നമല്ല, എല്ലാവരും ഉണ്ട്. ഇപ്പം അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പള്ളികളുടെ പോലെ തന്നെയാണ് ഈ ബാങ്ക് വിളിക്കാനുള്ള മൈക്ക് ഉപയോഗം. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ വിലക്കേക്കുന്ന കേരള ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. പോലീസിനോട് പരാതിക്കാരൻ വേണ്ട, അതാത് പോലീസ് ഉദ്യോഗസ്ഥന്മാര്, പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥന്മാര് ഇന്ത്യ മുഴുവൻ വിധിയുള്ളതാണ്. പിന്നെ അല്ല, അതുകൊണ്ടാണല്ലോ പണ്ട് നമ്മുടെ ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ ഈ കോളാമ്പി മൈക്കുകൾ ഉണ്ടായിരുന്നു. പണ്ട് പാട്ടുകൾ വെച്ചിരുന്നു. രാവിലെ 5 മണി നേരം പള്ളിമണി അടിച്ചു കഴിഞ്ഞാൽ പാട്ടുകൾ വെച്ചിരുന്നു. പിന്നീട് ഈ കോളാമ്പി മൈക്കുകളൊക്കെ നമ്മൾ എന്തുകൊണ്ട് അഴിച്ചു മാറ്റി? കോടതിയുടെ ഉത്തരവുകൾ കൊണ്ടും നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ മാനിക്കുന്നുണ്ട്. നിലവിൽ ഒരു ആരാധനാലയങ്ങൾക്കും കോളാമ്പി കെട്ടിക്കൊണ്ടുള്ള ഒരു തരത്തിലുള്ള പ്രകടനം സാധ്യമല്ല. ആ 4 ഭിത്തിയുടെ ഉള്ളിൽ അവർക്ക് അനുവദനീയമായ ഡെസിമൽ വെച്ചിട്ട് ആ സൗണ്ട് അവർക്ക് ക്രമീകരിക്കാം. പുറത്തേക്ക് കോളാമ്പി വെച്ച് ഒരു കാരണവശാലും, കോളാമ്പി നിരോധിത വസ്തുവാ, അത് വെക്കാനേ പറ്റില്ല. അതിലുപരി ബാങ്ക് വിളിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് കോടതി വിധി. ഈ കോളാമ്പി വെച്ച് ബാങ്ക് വിളിക്കാൻ പാടില്ല. അത് നമ്മുടെ ആലപ്പുഴയിലെ ഒരു കേസിനകത്തുണ്ട്, ചെന്നൈയിലെ കേസിനകത്തുണ്ട്, എറണാകുളത്തെ കേസിനകത്തുണ്ട് വിധികൾ. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ വിധിയുള്ളതാ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട്. അത്രയും സെൻസിറ്റീവായിട്ട് വിധിയുണ്ട്. അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ആരും അനങ്ങുന്നില്ല. അപ്പൊ എന്ന് പറയുന്ന നിയമ സംവിധാനങ്ങൾ കണ്ണടയ്ക്കുന്നത് മൂലമാണ് ഈ നിർമ്മിതികളും അതോടൊപ്പം തന്നെ പുതിയ ഇതുപോലത്തുള്ള ആരാധനാലയങ്ങൾ ഒരു കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ പിള്ളേർ ജനിക്കുന്നതിന്റെ 10 മാസം സമയം പോലും വേണ്ട, 2 ദിവസം മതി ഒരു ആരാധനാലയം പൊട്ടിമുടക്കാൻ വേണ്ടിയിട്ട്. ഇനി മറ്റൊരു അനുഭവം കൂടി പറയാം. ഞാൻ ഏതാ സ്ഥലം എന്ന് പറയുന്നില്ല. ഒരു കത്തീഡ്രൽ പള്ളിയുടെ മുമ്പിൽ, കേരളത്തിലെ ഒരു കത്തീഡ്രൽ പള്ളിയുടെ മുമ്പിൽ, ഒരു റോഡിന്റെ ഒരു വശത്ത് കത്തീഡ്രൽ പള്ളി, നേരെ ഓപ്പോസിറ്റ് വശത്ത് ഒരു ചെറിയൊരു ചായക്കടയുണ്ട്. ആ ചായക്കടയുടെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ ചായക്കടയുടെ ഒരു സൈഡില് നിസ്കരിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട്, അല്ല പ്രാർത്ഥനാ മുറി എന്ന് പറഞ്ഞ് ബോർഡുണ്ട്. എനിക്കറിയുന്നതാണ്, നേരിട്ട് അറിയുന്ന കേസാണ് പറയുന്നത്. പ്രാർത്ഥനാ മുറി എന്ന് ബോർഡ് ഉണ്ടായിരുന്നു. അത് കുറച്ചു കാലം അങ്ങനെ ആളുകൾ വന്ന് അവിടെ പ്രാർത്ഥന, ആരും ഒന്നും പറയുന്നില്ല. അതൊരു ഹോട്ടലാണ്, ഹോട്ടലിന്റെ സൈഡിൽ ഒരു പ്രാർത്ഥനാ മുറി. പിന്നീട് നിസ്കാര മുറി എന്ന് എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ആ പള്ളിയുടെ മോസ്കിന്റെ പേരടക്കമാണ് അതൊരു മോസ്കാക്കി മാറ്റി ബോർഡ് വെച്ചേക്കുന്നു. അനധികൃതമാണ്. എന്തുകൊണ്ടാണ് ഇത് പലർക്കും പ്രതികരിക്കണം എന്നുണ്ട്. ജീവനിൽ കൊതി എല്ലാവർക്കും ഇല്ലേ? അപ്പോൾ ഇത് നടപടി എടുക്കേണ്ടത് ആരാണ്? ഹൈക്കോടതിയാണോ? അല്ല, ഭരണ സംവിധാനങ്ങളാണ്, ലോക്കൽ ബോഡികളാണ് ആദ്യം നടപടികൾ എടുക്കേണ്ടത്. ആ ലോക്കൽ ബോഡികൾ നടപടികൾ എടുക്കാത്തതിന്റെ കാരണമാണ് ഈ പ്രീണനം. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു പത്രത്തിൽ വായിച്ചതാണ്, സൗദിയുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇസ്രായേൽ വിരുദ്ധ ഭാഗങ്ങൾ നീക്കം ചെയ്തു. സയണിസത്തിനെതിരെ പറയുന്ന പാഠഭാഗങ്ങളൊക്കെ നീക്കം ചെയ്തു എന്നുള്ളത് സൗദിയാണത് നിലപാടുകൾ എടുത്തത്. എന്തുകൊണ്ടാണ്? അതും ഇവിടെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ലോകരാജ്യങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ ഇവിടെ ഇടിച്ചു കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ക്രൈസ്തവ സമൂഹത്തിന്, ഈ പൊതുസമൂഹത്തിന് വേണ്ടി നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എത്രയോ മനുഷ്യർക്ക് എത്രയോ ഇടങ്ങൾ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തുമ്പ, ഇന്ന് നമ്മൾ കാണുന്ന ചേർച്ച് എന്ന് പറയുന്ന തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനായി മാറിയ, ഇന്ന് നമ്മളെ ലോകം മുഴുവൻ ആരാധനയുടെ അത്ഭുതത്തിൽ നോക്കിക്കാണുന്ന വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ആദ്യ രൂപം, ഈ ലോകത്ത് ഇന്ത്യയിൽ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണം നടന്ന് സൗണ്ടിങ് റോക്കറ്റായ EEH രോഹിണി റോക്കറ്റ് S-200 ഇന്ത്യയുടെ ഈ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയുടെ മുറ്റത്ത് നിന്ന് പറന്നുയരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, അത് ആ പള്ളിയും ആ പള്ളിയുടെ കണ്ണായ സ്ഥലങ്ങളും ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ, സെയിന്റ് മക്നീലിലെ ചർച്ച് എന്ന് പറഞ്ഞൊരു പള്ളി അവിടെ ലത്തീൻ സഭയുടെ പരമാധ്യക്ഷൻ അവിടുത്തെ ബിഷപ്പ് കൊടുത്ത ആ മണ്ണിലാണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണം ഉണ്ടായത്. ഇന്ത്യൻ റോക്കറ്റ് വിക്ഷേപണം മാത്രമല്ല, ഇന്ന് കാണുന്ന ISROയുടെ ആദ്യ രൂപം ഉണ്ടായത് ഒരു പള്ളിയുടെ മുറ്റത്താണ്. ആ കൊടുത്ത പള്ളിയുടെ മുറ്റത്തിരുന്നാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണത്തിന്റെ രൂപമുണ്ടാക്കുന്നത്. വിക്രം സാരാഭായും ഹോമി ജെ ഭാവയും ഒക്കെ താമസിച്ചത് ഈ പള്ളിയുടെ മുള്ളിലാണ്. ഈ പള്ളിയുടെ അൾത്താരയോട് ആ അൾത്താര പള്ളിയും ഇന്നൊരു ലോകം മുഴുവൻ അറിയപ്പെടുന്ന സ്പേസ് മ്യൂസിയമാണ് തുമ്പയിൽ. അങ്ങനെ ഒരു പൊതുസ്ഥലത്ത് നമ്മൾ ഒരു പൊതു സമൂഹത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി ഒരു ദേവാലയം തന്നെ വിട്ടുകൊടുത്ത
ചരിത്രമാണ് ക്രൈസ്തവ സഭയ്ക്കുള്ളത്, കത്തോലിക്ക സഭയ്ക്കുള്ളത്, ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കുള്ളത്, അല്ലെ? ആ ഒരു എക്സാമ്പിളും കൂടെ കൃത്യമായി രേഖപ്പെടുത്തപ്പെടേണ്ടത്. അത് മാത്രമല്ല, ദേശീയപാത വികസനം ഉൾപ്പെടെ എത്രയോ ഇടങ്ങളിൽ യാതൊരു പ്രതിഷേധവും ഇല്ലാതെ, യാതൊരു വ്യഥയും ഇല്ലാതെ, തടസ്സവും ഇല്ലാതെ ഈ വികസനം വന്നോട്ടെ, അതിനുവേണ്ട സ്ഥലങ്ങളെല്ലാം കൊടുക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഇവിടെ പറഞ്ഞത്. അതായത് അങ്ങ് പറഞ്ഞ ഡേറ്റയെ ഞാൻ മനസ്സിലാക്കുമ്പോൾ ധാരാളം ദേവാലയങ്ങൾക്ക് ഇപ്പോൾ ലൈസൻസ് കിട്ടാതെ വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെയുണ്ട്, ധാരാളം. ഇനി മറ്റൊരു കാര്യം കൂടി, വഴിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാം. എന്റെ അടവപ്പള്ളി 2012 തോന്നുന്നു മതിലൊക്കെ ഫ്രണ്ട് കോമ്പൗണ്ട് വാള് പൊളിച്ചു പണിയണ സമയത്ത് അന്ന് ആ വഴിക്ക് 4 ലൈൻ ഒരു പ്രപ്പോസലുണ്ട്. അത് കണക്കാക്കി ഇൻ ഫ്യൂച്ചറിൽ വിട്ടുകൊടുക്കേണ്ടി വരാം എന്ന് കരുതി ആ മതിൽ അത്രത്തോളം ബാക്കിലേക്കാണ് കെട്ടി ഇട്ടേക്കുന്നത്. ഇപ്പോഴും ഫ്രണ്ടിലുള്ള സ്ഥലം പള്ളിയുടെ സ്ഥലമാണ്, പക്ഷെ മതില് പ്രപ്പോസൽ ഉള്ള അത്രയും ഏരിയ വിട്ടിട്ടാണ് മതിൽ കെട്ടിയിരിക്കുന്നത്. അത് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? വികസനത്തിന് വേണ്ടിയിട്ടോ അല്ലെ പൊതുസമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നമ്മൾ ഒത്തിരി അധികം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്നത് പോലെ ഉള്ള രീതിയിലല്ല കാര്യങ്ങൾ ഇപ്പോൾ ചിത്രീകരിച്ചു വരുന്നത്. ഇതിന് അതിന് ഒരു കാരണം പറഞ്ഞാൽ, ഇപ്പം പല ഹൈവേ വികസനം വരുമ്പോഴും ചില സെമിട്രികൾ പോലും, നമ്മുടെ ഏറ്റവും വലിയ വികാരമാണ് പൂർവികരുടെ ഖബറിടം, ആ സെമിട്രികൾ പോലും പൊളിച്ചു മാറ്റാൻ ക്രൈസ്തവ സഭ തയ്യാറാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കാണുന്നൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഇത് പൊളിച്ചങ്ങ് മാറ്റി കഴിഞ്ഞുണ്ടല്ലോ, പിന്നെ രണ്ടാമത്തെ ലൈസൻസ് കിട്ടില്ല. ഓരോന്നിനും പോയി കളക്ടറുടെ സിമെട്രിയുടെ വൈഡനിങ്ങിനോ അതിന്റെ റിപ്പയർ, അറ്റ്ലീസ്റ്റ് സിമെട്രിയുടെ ഒരു മതിൽ ഇടിഞ്ഞു വീണാൽ കെട്ടാൻ പെർമിഷൻ, അത് കെട്ടണമെങ്കിൽ ഭയങ്കര നൂലാമാലകളാണ്. ഇപ്പം കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ഒരു പള്ളിയുടെ സെമിട്രി പൊളിക്കേണ്ടി വന്നു. കാരണം അതിന് നടുവിലൂടെ പോകണം. ആ സെമിട്രി പൊളിച്ച് കുറച്ച് ഇപ്പറേ മാറ്റി പെർമിഷൻ കിട്ടി. പക്ഷെ അവിടെ അടക്കാൻ പെർമിഷൻ ആയിട്ടില്ല. ഇപ്പൊ ഓരോരുത്തരും മരിക്കുമ്പോഴും കളക്ടറുടെ പെർമിഷൻ മേടിച്ചിട്ട് വേണം, സ്പെഷ്യൽ പെർമിഷൻ മേടിക്കണം, അടക്കാൻ. ഇതുപോലെ അതേസമയം ഇത് വേറൊരു സമൂഹത്തിനും ബാധകമല്ല. അവര് ബലമായിട്ട് അവിടെ കൊണ്ടേ അടക്കം, ആരും തടയല്ല. പക്ഷെ അവരുടെ സെമിട്രികൾ വിട്ടുകൊടുക്കും, അവർ വിട്ടുകൊടുക്കത്തുള്ളൂ. അവിടെ കയറ്റുള്ളൂ. ഈ സെമിട്രിയുടെ വിഷയം JB കോശി കമ്മീഷൻ മുമ്പാകെ റിപ്പോർട്ടിൽ നമ്മൾ ശക്തമായി ആവശ്യപ്പെട്ടുള്ള ഒരു വിഷയമാണ്. സെമിട്രികൾക്കുള്ള നിയമ കാഠിന്യം, അല്ലെങ്കിൽ അത് ഹസാഡസ് വിഭാഗത്തിലാണ്, എക്സ്പ്ലോസീവ് സൂക്ഷിക്കുന്ന വിഭാഗത്തിലാണ് സെമിട്രികളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നിന്നുള്ള അയവുകൾ വരുത്തണം എന്നുള്ളത് അത് നമ്മുടെ ചർച്ചകളുടെ ഭാഗമല്ല. സെമിത്തേരികൾ മാത്രമല്ല, ഒരു കപ്പേളകൾ തുടങ്ങാൻ പോലും പെർമിഷൻ വേണം. വളരെ പ്രധാനപ്പെട്ട പാരീഷാളുകൾ നിർമ്മിക്കാനുള്ള സാഹചര്യം, ഇതിനെല്ലാം വലിയ നൂലാമാലകൾ. ഇതിനകത്ത് കയറുന്ന ആളുകളുടെ, അതായത് ഈ ബിൽഡിങ്ങിന്റെ സൈസ് അനുസരിച്ച് അതിന് ചുറ്റും ഫയർഫോഴ്സ് വരാനും ആളുകൾ നിൽക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ വേണം. ഹൈറ്റ് വേണം, ഫയർ വേണം, അതിലുപരി ഇനി നമ്മുടെ ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പെർമിറ്റിന് ചെന്ന് നോക്കിയേ, ഇതെല്ലാം 4 വട്ടം പരിശോധിച്ചിട്ടാണ് പെർമിഷൻ തരുള്ളൂ. നിർമ്മാണ പെർമിറ്റ് തരുള്ളൂ, അതിനുശേഷം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് പെർമിറ്റ് തരുള്ളൂ. ഇതൊക്കെ നടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് തൊട്ടടുത്ത് ഇതൊന്നും പരിശോധിക്കാതെ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഉള്ള ഭാഗങ്ങളാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ക്രൈസ്തവ സമൂഹമൊക്കെ ഇത്രയും പ്രതികരിച്ചതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാലേ ഇത് ഉൾപ്പെടെയുണ്ട്. ഇപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പൊ എയ്ഡഡ് സ്കൂളുകളുടെ സേഫ്റ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ഞാൻ വെല്ലുവിളിക്കാം, നമുക്ക് ഒരു കത്തോലിക്ക സഭയുടെ, ക്രൈസ്തവ സഭയുടെ കീഴിലുള്ള ഒരു എയ്ഡഡ് സ്ഥാപനത്തിനെയൊക്കെ നിക്ഷാണ്ട വരപ്പിക്കുന്ന അതേ ഓഫീസേഴ്സ് മറ്റ് ഈ പറയുന്ന സമൂഹങ്ങളുടെ സ്ഥാപനങ്ങളിൽ കയറി ചെന്നുകൊണ്ട് ഇരിക്കാൻ ബെഞ്ച് പോലും ഉണ്ടാവില്ല. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളത്, ടോയ്ലറ്റുകളൊക്കെ നീറ്റായിട്ട് കഴുകി വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ മറ്റോടത്തും അതുപോലും ഉണ്ടാവില്ല. ഇവിടെ ഇക്ഷാണ്ട വരപ്പിക്കും. ഇത് പ്രകടമാണ്. ഈ ഒരു അനീതി ഭയങ്കരമാണ്. ഇത് പ്രകടമാണ്. അപ്പൊ ഇതിനെതിരെയൊക്കെയുള്ള ഒരു ജനവികാരമാണ് ഇതിനകത്ത് കഴിഞ്ഞ ആഴ്ചത്തെ നമ്മൾ ചർച്ച ചെയ്ത ഇലക്ഷനകത്തൊക്കെ വന്നിരിക്കുന്നത്. അത് ഇപ്പോഴും തുടരുകയാണേ. ഇനി ഇത് ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്. നമ്മളിപ്പോ മോസ്കുകളെ പറ്റി മാത്രമാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തത്. അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തോടുള്ള ഒരു വർഗീയതയുടെ ഭാഗമായിട്ടൊന്നും അല്ല ചർച്ച ചെയ്യുന്നത്. അമ്പലങ്ങളും ഉണ്ട് ഇതുപോലെ തന്നെ, നിരവധി അമ്പലങ്ങളും ഇതുപോലെ ക്രിസ്ത്യൻ പള്ളികളും വയലേഷൻ ഉണ്ടെങ്കിൽ വഴിസൈഡിൽ ഞാനൊരു പുറ്റ് കണ്ട പുറ്റിന് മേലെ പിറ്റേ ദിവസം മഞ്ഞൾ വെള്ളവും അവിടെ ആരാധന തുടങ്ങുക, തിരിവെക്കുക. അത്രയും ഭീകരമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. നമ്മുടെ കേരളം പോലും കേട്ടോ, കേരളത്തിന്റെ അവസ്ഥയാണ്. കേരളത്തിന് പുറത്തേയുള്ള അവസ്ഥയല്ല, കേരളത്തിന്റെ ഉള്ളിൽ. അതിപ്പോ നമ്മുടെ കിഴക്കൻ മേഖലകളിലേക്കും വടക്കൻ ജില്ലകളിലേക്കും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ, എനിക്ക് കണ്ണൂർ സ്ഥലത്തറിയാം. കണ്ണൂര് നമ്മുടെ ഒരു
കന്യാസ്ത്രീക്ക് വീട്ടുകാർ കൊടുത്ത സ്ഥലം, അതിനകത്ത് കന്യാസ്ത്രീക്ക് ഒന്നും വന്ന് കൃഷി ചെയ്യാൻ പറ്റില്ലല്ലോ, കാട് പിടിച്ച് കിടന്നു. കഴിഞ്ഞ ദിവസം കന്യാസ്ത്രീ ഇപ്പോൾ ഒരു 6 മാസം മുന്നേ കണ്ട് അതിൽ വന്നപ്പോൾ അവിടെ അമ്പലം പണിതേക്കണം. 1/2 ഏക്കർ സ്ഥലം വളച്ചു കെട്ടിട്ട് അമ്പലം പണിതേക്കണം. പുള്ളിക്കാരത്തിയുടെ ഒരു പട്ടയമുള്ള കാരണവന്മാരായിട്ട് പൂർവികരായിട്ട് 2-3 തലമുറയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി. അപ്പൊ ഇത് ഭയങ്കര ഭീകരമാണ് ഈ ഒരു അവസ്ഥ. ഒരു ലൈസൻസോ ഒരു പെർമിഷനോ പഞ്ചായത്തിൽ നിന്നൊന്നുമില്ല. തീർച്ചയായും ഹൈക്കോടതി വിധിയുടെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഫയർ റൂം ചർച്ച നമ്മൾ ആരംഭിച്ചതെങ്കിലും പക്ഷേ വളരെ ഞെട്ടിക്കുന്ന വസ്തുതകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു എപ്പിസോഡാണ് അവസാനിക്കുന്നത്. ക്രൈസ്തവ ദേവാലയങ്ങളുടെ ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു കപ്പേള പണിയാൻ പോലും വലിയ നൂലാമാലകൾ നേരിടുന്ന ഒരു ഘട്ടത്തിൽ, മറിച്ച് മറ്റു പല വ്യക്തികൾക്കും മറ്റു പല ആരാധനാലയങ്ങൾക്കും കൂണുപോലെ മുളച്ചു പൊങ്ങാനുള്ള ഒരു അവസരം ഈ നാട്ടിൽ സുലഭമായി ലഭ്യമാണ് എന്ന് പറയുന്നത് തീർച്ചയായും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതുപോലെ നീതികേട് തന്നെയാണ്. ഈ വിഷയങ്ങളിൽ ഉള്ള ജാഗ്രതയ്ക്ക് ഈ ഹൈക്കോടതി വിധി കാരണമാകുമെങ്കിൽ അത് നല്ലതാണ് എന്ന് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ ചിന്ത പങ്കുവെച്ചുകൊണ്ട് ദ ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി, നമസ്കാരം.